കോഴിക്കോട് പേരാമ്പ്ര ടൗണിൽ ഇഴഞ്ഞു നീങ്ങുന്ന കലുങ്ക് നിർമ്മാണം അത് നാട്ടുകാരെയും യാത്രക്കാരെയും വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ടൗണിലെ തിരക്കേറിയ ഭാഗത്ത് നടക്കുന്ന ഈ കലുങ്ക് പണിയുടെ മെല്ലെപ്പോക്കാണ് നാട്ടുകാർക്ക് ദുരിതമായിരിക്കുന്നത്. അടിയന്തരമായി കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ഒന്നിച്ചുള്ള ഒരേ ശബ്ദത്തിലുള്ള ആവശ്യം. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പേരാമ്പ്ര എളമാൻകുളങ്ങര ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് 3 മാസത്തോളമായി നടക്കുന്ന കലുങ്ക് പണി കാരണം വൻ ഗതാഗതക്കുരുക്കാണ് നേരിടുന്നത്. ഇപ്പോൾ റോഡിന്റെ ഒരു വശത്തുകൂടിയാണ് വാഹനങ്ങൾ കുറ്റ്യാടി ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കും കടത്തിവിടുന്നത്. സ്കൂൾ തുറന്നത് കാരണം രാവിലെയും വൈകുന്നേരവും നിലവിൽ വലിയ ഗതാഗതക്കുരുക്കാണ്. കോൺക്രീറ്റ് പൂർത്തിയാക്കിയ കലുങ്കിന്റെ ഇരുഭാഗത്തും കരിങ്കൽ ചീലുകൾ ഉള്ളതിനാൽ ഇരുചക്ര വാഹന യാത്രികർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് അനാസ്ഥയാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മാസത്തോളമായി ഹൃദയഭാഗത്ത് ഈ റോഡ് മുറിച്ചിട്ടിട്ട് ആരും ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. ഒരു മാസങ്ങൾക്ക് മുൻപേ ഒരു ഭാഗത്തുള്ള റോഡ് തുറന്നു കൊടുത്തു, മറുഭാഗത്ത് ഇപ്പോഴും പണി തീരാതെ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പേരാമ്പ്ര അങ്ങാടിയിലെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ഇപ്പോൾ മഴയുടെ സമയത്തൊക്കെ ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് പേരാമ്പ്രയിൽ ഉണ്ടായത്. ഇത് അവസാനിപ്പിക്കണമെന്നാണ് LDF ആവശ്യപ്പെടാറുള്ളത്. തിങ്കളാഴ്ചയ്ക്കകം സാധാരണഗതിയിൽ ഗതാഗത സംവിധാനം നടപ്പാക്കാനുള്ള താൽക്കാലിക സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തുമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം തിങ്കളാഴ്ച മുതൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് UDFന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.